Hey guys, welcome back to my YouTube channel. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എരുന്ത് തോടോട് കൂടിയിട്ട് കറി വയ്ക്കാനാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ. തോട് കറി എന്ന് പറയുമ്പോൾ രണ്ട് ഐറ്റത്തിൽ വെക്കുന്നവരുണ്ട്. അത്യാവശ്യം വെള്ളം പോലെ വെക്കുന്നവരുണ്ട്, അത്യാവശ്യം നല്ലോണം ഡ്രൈ ആക്കി വെക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ലോണം ഡ്രൈ ആയിട്ടുള്ളതാണ്. ഇതിപ്പോൾ തലേ ദിവസം ഞാൻ വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. കുറേ നേരം ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുമ്പോഴാണ് അതിലുള്ള വേസ്റ്റും മണ്ണിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോയിക്കോളൂ കേട്ടോ. ഒരു മിനിമം 2-3 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ ഇങ്ങനെ നിറയെ വെള്ളത്തിൽ കിടക്കണം. എന്നിട്ടൊരു 3-4 വെള്ളത്തിൽ നല്ലോണം ഉരച്ച് കഴുകണം. കാരണം തോടോട് കൂടിയിട്ട് കറി വയ്ക്കുന്നത്. അപ്പോൾ അത്രയും നല്ലോണം ക്ലീൻ ചെയ്തിട്ട് വേണം എടുക്കാൻ. അല്ലെങ്കിൽ മണ്ണൊക്കെ കടിച്ചിട്ടുണ്ടെങ്കിൽ ആകെ മൊത്തം സീനാകും. അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ 3-4 വെള്ളത്തിൽ മാറ്റി കഴുകുമ്പോൾ തന്നെ ഇതിൽ കുറേ തോട് പോലുള്ളതും പിന്നെ പേഡ് പോലുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ ഈ കഴുകുന്ന ടൈമിൽ തന്നെ എടുത്ത് മാറ്റി കളയുക. എന്നിട്ട് കഴുകി നല്ലോണം വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഇരുന്ന ഒരു പാത്രത്തിലോട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കട്ടെ. എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് തിളച്ച് വരുമ്പോൾ തന്നെ ഇതിൽ അത്യാവശ്യം വെള്ളം ഇങ്ങനെ ഊറി കിടക്കുന്നുണ്ടാവും. ആ വെള്ളത്തിൽ തന്നെയാണ് നമ്മളിത് ചെയ്തെടുക്കുക കേട്ടോ. അത് നല്ലോണം തിളച്ചിട്ടുണ്ട്. തിളച്ചിങ്ങോട്ട് വരുമ്പോൾ ഇതിൻ്റെ ഈ തോട് ഇങ്ങനെ തനിയെ തുറന്ന് ഓപ്പണായിട്ട് എല്ലതും ഓപ്പണായിട്ട് കിടക്കുന്നുണ്ടാവും. ഇത് ഓപ്പൺ ആയതിൻ്റെ അർത്ഥം ഇത് ഏകദേശം കുക്കായി എന്നുള്ളതാണ് കേട്ടോ. ഇതിലോട്ട് മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ആ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതവിടെ ഇരുന്നിട്ട് കുക്കാവട്ടെ. അപ്പോഴേക്ക് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അരപ്പും കൂടെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള തേങ്ങ, വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. തേങ്ങ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കുക. തേങ്ങ അരയ്ക്കുമ്പോൾ 2 അല്ലി ചെറിയുള്ളിയും കൂടെ ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നന്നാവും. ഞാനിപ്പോൾ ചെറിയുള്ളി ചേർത്തിട്ടില്ല. വേണമെങ്കിൽ 2 അല്ലി ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ അരയ്ക്കുക. എന്നിട്ട് നമ്മുടെ വെന്ത് വന്ന ഈ മിക്സിലോട്ട് നമ്മുടെ ഈ തേങ്ങേൻ്റെ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇവിടെ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ വേറെ എക്സ്ട്രാ വെള്ളവും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ട് വെള്ളം പോലെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് പിന്നെ നമ്മളിവിടെ ചേർക്കാൻ പോകുന്നത് അരി വറുത്ത് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ ഡ്രൈ ആയിട്ടാണ് ഇതിരിക്കുന്നത് കേട്ടോ. നേരത്തെ കുറച്ച് പറഞ്ഞ പോലെ കുറച്ച് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ലൂസ് കൺസിസ്റ്റൻസിയിലായിട്ട് ഇരിക്കുക. ഇപ്പം ഞാനിവിടെ ഡ്രൈ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് കറിവേപ്പിൻ്റെയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ തൂവി കൊടുത്താൽ നമ്മുടെ എരുന്ത് തോടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇങ്ങനെ കുഞ്ഞൻ എരുന്തൊക്കെ കിട്ടുകയാണെങ്കിൽ നുള്ളി തോലൊളിക്കാണ്ട് ഇതുപോലൊന്ന് എരുന്ത് തോടുകറി ഒന്ന് ഉണ്ടാക്കി വെക്കൂട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.